നമസ്കാരം. നമ്മളൊരു ഡിവിഡൻഡ് കിട്ടുന്ന ഒരു സ്റ്റോക്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബോണ്ടിലായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് കൃത്യമായിട്ട് നമുക്കൊരു 10% അല്ലെങ്കിൽ 12% ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു കോമ്പൗണ്ടിങ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഇത്ര വർഷത്തേക്കാണെങ്കിൽ ഇത്ര വർഷത്തേക്ക് നമ്മളത് കിട്ടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റീഇൻവെസ്റ്റ് ചെയ്ത് ആ മെച്യൂരിറ്റി ആകുന്നത് വരയ്ക്കും റീഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോഴാണ് അതൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഇത്ര റിട്ടേൺസ് എന്ന് പറയാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 3 ഇയർ ആണെന്നുണ്ടെങ്കിൽ 3 ഇയറിൽ നമ്മൾ കിട്ടുന്ന ഡിവിഡൻറ്റിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം. ആ റീഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായ റിട്ടേൺസ് കിട്ടുമ്പോഴാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഒരു കാലാവധി കഴിയുമ്പോൾ നമ്മൾക്ക് ഇത്ര നമ്മൾക്ക് റിട്ടേൺസ് കിട്ടി എന്ന് പറയാനായിട്ട്.